വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി ഘടന പ്രഖ്യാപിച്ചതിൽ സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മദ്യത്തിനാണ് നികുതി കുറച്ചതെന്നും പിന്നിൽ കർണാടക ലോബിയാണെന്നും മുൻ മന്ത്രി എം പി രാജേഷ് ആരോപിച്ചു. പ്രതിഫലമായി എത്ര കിട്ടിയെന്ന് മുഖ്യമന്ത്രി പറയണമെന്നും എം പി രാജേഷ്. വീര്യം കുറഞ്ഞ മദ്യപ്പോഴും വിൽക്കാം, അത് അവർക്ക് ലാഭകരമല്ല. അത് വ്യാപകമായി വിൽക്കാനാവില്ല 251% നികുതി കൊടുത്തിട്ട്. അപ്പോൾ നികുതി ഇളവ് മാത്രമേ ഞങ്ങൾ കൊടുത്തുള്ളൂ എന്നുണ്ട്. അതാണല്ലോ ഇതിന്റെ പ്രശ്നം. ഇതൊക്കെ കർണാടക മദ്യലോബിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രിയല്ലേ നികുതി കുറച്ചത്. ബാക്കി ആർക്ക് കിട്ടി, എത്ര കിട്ടി എന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത വിശദാംശങ്ങളുമായി. ഷഫീദ്, നേരത്തെ ബ്രൂവറി അഴിമതിയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി എം പി രാജേഷിനോട് ഇതേ ചോദ്യം ചോദിച്ചാണ് എത്ര പ്രതിഫലം കിട്ടിയത്. അതേ ചോദ്യം തിരികെ ചോദിക്കുന്നു. ബജറ്റിലെ നികുതി ഇളവ് പ്രഖ്യാപനത്തിന് പിന്നാലെ ബജറ്റിലെ വി ഡി സർക്കാർ സതീശന്റെ ആദ്യ ബജറ്റിലെ ആദ്യ അഴിമതി ആരോപണം കൂടി ഉയരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മുൻ എക്സൈസ് മന്ത്രി കൂടി എം പി രാജേഷ് ഉയർത്തുന്ന അഴിമതി ആരോപണം? വിവരങ്ങൾ. സുഹൈലെ, ഡൽഹി മദ്യനയ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. ഇന്നലെ അവതരിപ്പിച്ച വി ഡി സതീശൻ ബജറ്റിലാണ് പുതിയ നികുതി ഘടന നിശ്ചയിച്ചത്. 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യ ഉൽപ്പന്നങ്ങൾക്ക് 120%, അതേപോലെ 10% മുതൽ 20% വരെ ആൽക്കഹോൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് 175% വിൽപ്പന നികുതി നിശ്ചയിച്ചിരുന്നു. ഇത് കർണാടക മദ്യലോബിയെ സഹായിക്കാനാണ് എന്നുള്ള ഗുരുതര ആരോപണം ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, ഇക്കാര്യത്തിൽ മുൻ എക്സൈസ് മന്ത്രിയായിട്ടുള്ള എം പി രാജേഷ് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില ആരോപണങ്ങളുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. ഈ വീര്യം കുറഞ്ഞ മദ്യം നാട്ടിൽ മുഴുവൻ ഒഴുക്കാനാണ് UDFന്റെ പദ്ധതി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ അഴിമതിയാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. മദ്യം സുലഭമായി മാറും, പുതിയ തലമുറ വ്യാപകമായി ഉപയോഗിക്കും, മദ്യത്തിനെതിരായി വലിയ പ്രസംഗം നടത്തിയവർ മദ്യം സുലഭമാക്കുകയാണ് എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ നടത്തുന്നുണ്ട്. മദ്യം വ്യാപകമായി ഒഴുക്കി സർക്കാരിന് വലിയ നഷ്ടമുണ്ടാക്കുകയാണ്. മാത്രവുമല്ല, ഇതിൽ എത്ര പ്രതിഫലം കിട്ടിയെന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും കർണാടക മദ്യലോബിയാണ് ഇതിന്റെ പിന്നിലെന്നുള്ള കുറ്റപ്പെടുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അവരുടെ ബജറ്റിലെ അല്ലെങ്കിൽ സർക്കാരിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു നയമായിരുന്നു വീര്യം കുറഞ്ഞത്. അബ്കാരിയത്തിലടക്കം പലതരത്തിലുള്ള ഭേദഗതികൾ ഇതുമായി ബന്ധപ്പെട്ട് വരുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും പുതിയ ബജറ്റിനെ ചൊല്ലി പ്രതിപക്ഷം വളരെ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മാത്രവുമല്ല, നികുതി ഘടന അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് സംസ്ഥാനത്ത് മദ്യത്തിന്റെ അളവടക്കമുള്ള കാര്യങ്ങൾ കൂട്ടിക്കൊണ്ട് പലതരത്തിലുള്ള നീക്കങ്ങൾക്ക് സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ അത് പ്രതിപക്ഷം ശക്തമാക്കുന്നു. സുഹൈൽ, ഷിഫിദ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വീര്യം കുറഞ്ഞത് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് പഴവർഗ്ഗങ്ങളടക്കം നിർമ്മിച്ചെടുക്കുന്ന ഇത്തരത്തിലുള്ള ആൽക്കഹോളിക് വസ്തുക്കളെ ആസ്പദമാക്കിയായിരുന്നു. പക്ഷേ ഇത്തവണ ഈ നികുതി ഇളവെന്ന് പറയുന്ന ഓൾറെഡി ഇവിടെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിൽ വീര്യം കുറഞ്ഞ 5 to 10% ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള മദ്യത്തെക്കുറിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നികുതി ഇളവ് നൽകുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ സമ്പദ്ഘടനയെ തന്നെ അത് ഗുരുതരമായി ബാധിക്കില്ലേ? കാരണം ഈ വീര്യം കുറയുന്ന മദ്യത്തിന് നികുതി കുറയുമ്പോൾ കൂടുതൽ കമ്പനികൾ വീര്യം കൂടിയ മദ്യ നിർമ്മാണം നിർത്തി വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിലേക്ക് ഒഴുക്കാനൊരു സാധ്യത കൂടി ഇതിന് പിന്നിലില്ലേ? ഇതേ പ്രപ്പോസൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വന്നപ്പോൾ തള്ളിയതാണെന്നടക്കം എം പി രാജേഷ് ആരോപണമുറിയിൽ പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 2022-23 അബ്കാരി നയത്തിന്റെ അടിസ്ഥാനത്തിൽ വിദേശ മദ്യചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവിറക്കിയിരുന്നു. ഈ ഭേദഗതി പ്രകാരം ആൽക്കഹോൾ വീര്യം വളരെ കുറഞ്ഞ, അതായത് 0.5% മുതൽ 20% വരെ മദ്യ ഉൽപ്പന്നങ്ങളെ വീര്യം കുറഞ്ഞ മദ്യം എന്ന പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിരുന്നു. ഈ ചക്ക, കശുവണ്ടി, നേന്ത്രപ്പഴം തുടങ്ങിയ പ്രാദേശിക പഴവർഗ്ഗങ്ങളിൽ നിന്നും കർഷകർക്കും കുടുംബശ്രീ കൂട്ടായ്മകൾക്കും ഇത്തരം മദ്യങ്ങളും ഫ്രൂട്ട് വൈനുകളും ഉൽപ്പാദിപ്പിക്കാനുള്ള ചട്ടങ്ങൾ പൂർത്തിയായതോടെ അതിന്റെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തതാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ പുതുക്കിയ നികുതി ഘടന അതടക്കമുള്ള കാര്യങ്ങൾ അത് ഈ പുറത്തു നിന്നുള്ള വിദേശത്തു നിന്നുള്ള കോർപ്പറേറ്റ് കമ്പനികളെ അടക്കം മദ്യലഭ്യതയിൽ കേരളത്തിലേക്ക് ആകർഷിക്കാനുള്ള നീക്കമാണെന്നും അത് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ ഗുരുതരമായി ബാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്ന കാര്യം. അതേസമയം ഇന്നലത്തെ ഈ ബജറ്റിനെ അല്ലെങ്കിൽ നികുതി ഘടനയടക്കം സ്വാഗതം ചെയ്ത ചില രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടതാണ്. നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ വിഷയത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമുണ്ട്. മാത്രമല്ല, മദ്യനയത്തിന്റെ കാര്യത്തിൽ സർക്കാരിനെ വരും മണിക്കൂറുകളിൽ സർക്കാരിനെതിരെ ചില ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളടക്കം നടത്തി പ്രതിപക്ഷം രംഗത്തെത്താനും സാധ്യതയുണ്ട്. സുഹൈൽ, എന്തായാലും ഇത്തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുമ്പോൾ സാമ്പത്തിക ഘടനയെ ബാധിക്കും. കാരണം ഈ പറഞ്ഞതുപോലെ കൂടുതൽ കമ്പനികൾ, വീര്യം കൂടി മദ്യം ഇറക്കുന്ന കമ്പനികൾ നികുതി കുറവായതുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യം ഇറക്കുകയും നികുതി കുറച്ചടക്കുകയും മദ്യം കൂടുതൽ സുലഭമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആരോപണം, അഴിമതി ആരോപണം പിന്നിൽ കർണാടക ലോബിയാണെന്ന് നടക്കുന്ന ആരോപണം മുൻ എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഉയർത്തുകയാണ്. വി ഡി സർക്കാരിന്റെ ആദ്യ ബജറ്റിലെ അഴിമതി ആരോപണം കൂടിയായി മാറുന്നു ഇത്. ഷഫീദ് റാവുത്തറാണ് വാർത്താ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.